പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി ദൈവം നമുക്ക് നൽകി. ആ പ്രഭാതത്തിൽ ദൈവം നമ്മെ കാത്തിരിക്കുന്നത് വലിയ ഒരു വചന വിരുന്നൊരുക്കിക്കൊണ്ടാണ്. ദൈവം നമുക്കായിട്ട് ഒരുക്കിയ ഈ പ്രഭാതത്തെ ഓർത്തും ഈ പ്രഭാതത്തിൽ നമുക്കൊരുക്കിയിരിക്കുന്ന ആ വചന വിരുന്നിനെ ഓർത്തും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ആരാധിക്കാം. ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ചെയ്യുന്നത്. നമ്മളൊന്ന് നിശബ്ദമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ ആ കരവിരുതിനെ നന്ദിയോടെ അനുസ്മരിക്കുന്നതും ആരാധിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തോട് ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കുവാനും അവിടുത്തേക്ക് നന്ദി പറയുവാനും ശ്രമിക്കാം. ഈ പ്രഭാതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ടും നമുക്ക് അപേക്ഷിക്കാം. അമ്മയുടെ കരങ്ങളിൽ നമ്മെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് മൊബൈലിന് അടിമപ്പെട്ട കുട്ടികളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ആധുനിക കാലഘട്ടത്തിൽ മൊബൈലിന് അടിമപ്പെട്ട ഒത്തിരി കുട്ടികളുണ്ട്. അത് അവരുടെ പഠനത്തെയും ഭാവിയെയും ഒക്കെ സാരമായ വിധത്തിൽ ബാധിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം മാതാപിതാക്കന്മാർ ഈ മക്കളുടെ ഈ അവസ്ഥയോർത്ത് വേദനിച്ചും ദുഃഖിച്ചും കഴിയുന്നുണ്ട്. അവരെല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് ഈ അടിമത്തങ്ങളിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കണമേ, മോചിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ആത്മീയമായിട്ടുള്ള ഉണർവും ഉത്സാഹവും ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുന്നത്. നമുക്ക് ശക്തിയും ഊർജവും പ്രദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. ഇതാ ദൈവത്തിൻ്റെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് എന്നാണ് ഹെബ്രായ ലേഖനകർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് തീക്ഷ്ണമായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വചനം ശ്രവിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്.
നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കെട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കെട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവർ ആയിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നമ്മൾ ആയിത്തീരണം എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രത്യേകത അത് കരുണയും ക്ഷമയും ആണ് എന്നാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അമേരിക്കയിലെ വലിയ പ്രസിദ്ധനായ ഒരു ജഡ്ജിയായിരുന്നു, സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു, ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജോൺ മാർഷൽ. അദ്ദേഹം 1801 മുതൽ 1835 വരെ അമേരിക്കയിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസായിട്ട് സേവനം ചെയ്ത ആൾ അദ്ദേഹം ആയിരുന്നു. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ ആഡംസിൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം അതിനു മുമ്പ് സേവനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒത്തിരി പരിശ്രമിച്ച ആളാണ്. അതുപോലെ തന്നെ കീഴ്ക്കോടതികൾ ചെയ്യുന്ന വിധികൾ നിയമാനുസൃതമാണോ എന്ന് അറിയുന്നതിന് ജുഡീഷ്യൽ കമ്മീഷനെയും നിയമിക്കുകയും അങ്ങനെ നിയമം എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും ചെയ്ത ഒരാളാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഷോപ്പിങ്ങിനായിട്ട് പോയി. അദ്ദേഹം ഒരു കോഴിക്കടയിൽ കയറി കോഴി വാങ്ങിച്ചു. കോഴി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അത് പൊതിഞ്ഞ് ആ കടയുടമസ്ഥൻ ഇയാളുടെ ബാഗിൽ ഇട്ടുകൊടുത്തു. അപ്പോഴാണ് ആഡംബര വസ്ത്രധാരിയായ ഒരു യുവാവ് അവിടെ കോഴി വാങ്ങിക്കുന്നതിനായിട്ട് വന്നത്. അയാൾ വന്ന് കോഴി ഓർഡർ ചെയ്തു. അതിൻ്റെ പണം കൊടുത്തതിന് ശേഷം അയാൾ പറഞ്ഞു, ഈ കോഴി എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് എത്തിച്ചു തരണമെന്ന്. അപ്പോഴേ കടക്കാരൻ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊരു രീതിയില്ല, ആർക്കും വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുകയില്ല. പിന്നെ സഹായിയായിട്ടുള്ള ഇവിടുത്തെ പയ്യൻ ഇന്ന് ഇവിടെ വന്നിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നതിന് നിർവാഹമില്ല എന്ന്. അപ്പോൾ ഇവന് ദേഷ്യമായി. ഇവൻ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഈ കോഴിയെയും വാങ്ങിച്ചുകൊണ്ട് ഇതിലേ പോകുന്നത്? എനിക്കിത് നാണക്കേടായിട്ട് മാറുകയില്ലേ എന്നും. ഇത് കേട്ടുകൊണ്ട് നിന്ന ഈ ജോൺ മാർഷൽ എന്ന സുപ്രീം കോടതി ജഡ്ജി അയാളോട് സൗമ്യമായിട്ട് ചോദിച്ചു, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? അവൻ താമസിക്കുന്ന സ്ഥലം പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ അതിലെയാണ് പോകുന്നത്. അത് ഞാൻ അവിടെ കൊണ്ടുതരാമല്ലോ, നല്ല കാര്യമാണല്ലോ, താങ്കളെ ഒന്ന് സഹായിക്കാനും സാധിക്കുമല്ലോ എന്ന്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ കോഴിയും വാങ്ങിച്ചുകൊണ്ട് ഈ ജോൺ മാർഷൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതുകൊണ്ട് കൊടുത്തിട്ട് അയാൾ പോയി. ഈ മനുഷ്യൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞപ്പോൾ ജോൺ ആഡംസ് പറഞ്ഞു, നന്ദി പറയാൻ മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ യുവാവിന് ഒരു ചിന്ത, എന്നെ സഹായിച്ച മനുഷ്യൻ ആരാണ് എന്നറിയണമെന്ന്. അയാൾ വീണ്ടും തിരിച്ച് ഈ കോഴിക്കടയിൽ വന്നിട്ട് ചോദിച്ചു, എന്നെ ഈ സഹായിച്ച എൻ്റെ കോഴി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് തന്ന ഈ മനുഷ്യൻ ആരാണ് എന്നും. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, താങ്കൾ അയാളെ അറിയില്ലേ? അയാളല്ലേ ഈ അമേരിക്കയിലെ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിട്ട് ജോലി ചെയ്യുന്ന ജോൺ മാർഷൽ എന്ന്. ഈ യുവാവിന് അത് കേട്ടപ്പോൾ
അദ്ദേഹത്തെ ലജ്ജയും അതുപോലെ തന്നെ അപമാനമൊക്കെ തോന്നി, ഇത്രയും വലിയൊരു മനുഷ്യനെ കൊണ്ട് ഞാൻ എൻ്റെ കോഴിയെ ചുമപ്പിച്ചല്ലോ എന്നും. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് അയാൾ എന്നെ സഹായിക്കാനായിട്ട് തയ്യാറായത് എന്നും. അപ്പോൾ ഈ കോഴിക്കടക്കാരൻ പറഞ്ഞു, താങ്കളെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് കരുതിയായിരിക്കണം അയാൾ അങ്ങനെ ചെയ്തത് എന്ന്. എന്ത് പാഠമാണ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഈ കോഴിക്കടക്കാരൻ പറഞ്ഞു, സ്വന്തം പാണ്ടക്കെട്ട് ചുമക്കുന്നത് ഒരു നാണക്കേടുള്ള കാര്യം അല്ല എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അയാൾ അങ്ങനെ ചെയ്തത് എന്ന്. അപ്പോൾ അത് കേട്ടു നിന്നിരുന്ന മറ്റൊരു മനുഷ്യൻ ഇപ്രകാരം പറയുകയുണ്ടായി, അതല്ല കാര്യം, മറ്റൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ അവസരം ലഭിച്ചു, അദ്ദേഹം അത് വിനിയോഗിച്ചു എന്ന് മാത്രം, അതാണ് അദ്ദേഹത്തിൻ്റെ രീതി എന്നും. വെറും പൊങ്ങച്ചതിൻ്റെ പേരിൽ സ്വന്തം ചുമട് ചുമക്കാൻ മടി കാണിച്ച ഈ മനുഷ്യനെ വലിയൊരു പാഠം ഈ ജോൺ മാർഷൽ എന്ന സുപ്രീം കോടതി ജഡ്ജി പഠിപ്പിച്ചു. എന്താണ്? സ്വന്തം ഭാരം അല്ലെങ്കിൽ സ്വന്തം കാര്യം വഹിക്കുന്നത് അതൊരു കുറവല്ല, ഒരു നേട്ടം ആണ് എന്നും. മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ഇതിന് അവൻ അർഹനാണോ എന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ പരിശോധിക്കും, എൻ്റെ സഹായം സ്വീകരിക്കാനായിട്ട് ഈ മനുഷ്യൻ അർഹനാണോ അല്ലയോ എന്ന്. അങ്ങനെ ഒരു പരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിനായിട്ട് നമുക്കൊരിക്കലും സാധിച്ചെന്ന് വരികയില്ല. നമ്മുടെ പരിശോധനയിൽ, നമ്മുടെ വിലയിരുത്തലുകളിൽ അയാൾ ഒരിക്കലും സഹായം അർഹിക്കുന്ന ആളായിട്ട് മാറിയെന്നും വരികയില്ല. മറ്റുള്ളവർക്ക് നാം നന്മ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിന് അർഹതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് ഒരിക്കലും നമുക്ക് നന്മയ്ക്കായിട്ട് മാറുകയില്ല. നമ്മുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിക്കുവാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് അർഹതയില്ലെന്ന് നമ്മൾ സ്ഥാപിക്കും. നാം മറ്റുള്ളവർക്ക് ചെയ്യുന്നത് മറ്റുള്ളവർ അതിന് അർഹരായതുകൊണ്ട് ആയിരിക്കണമെന്നില്ല. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടത് നമുക്ക് നന്മ ചെയ്യാനായിട്ടുള്ളൊരു അവസരം ദൈവം അവരിലൂടെ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ആയിരിക്കണം എന്നാണ് ഈ ജോൺ മാർഷലിൻ്റെ സംഭവം നമ്മെ ഓർമ്മപ്പെടുപ്പിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കുക എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നന്മ ചെയ്യുന്നതിനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളായിട്ട് അവയൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പോകാനായിട്ട് നമുക്ക് സാധിച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിന്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് ഒത്തിരി അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഈ മനുഷ്യൻ നമ്മെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുപ്പ് കൂടാതെ മറ്റുള്ള തിന്മ ചെയ്യുന്നവർക്കും കൂടി നന്മ ചെയ്യുന്നതിനായിട്ട് നമ്മൾ തയ്യാറാകണം എന്നും. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്കെല്ലാവർക്കും വേണ്ടി തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മെ എല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ടിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സമൂഹത്തിലും രോഗികളായിട്ട് കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരെയും നമുക്ക്
കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച്, പ്രത്യേകിച്ച് കിഡ്നി രോഗം ബാധിച്ച് കഴിയുന്ന ആളുകളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സാമ്പത്തിക ബാധ്യതകളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്, ജപ്തി നേരിടുന്ന ആളുകളുണ്ട്. അവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തിൽ മക്കളില്ലാതെ കഴിയുന്ന ദമ്പതിമാരെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. മക്കളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരങ്ങളെ ദൈവസമക്ഷം സമർപ്പിച്ച് എല്ലാ ദുശീലങ്ങളിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ അവരുടെ വിശുദ്ധ നിയോഗങ്ങളോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനും ഗുഡ്നസ് ടിവിക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. ഈ ചാനലിലൂടെയും ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്നതിനും അനേകരുടെ ജീവിതത്തിലേക്ക് ആശ്വാസത്തിൻ്റെ വെളിച്ചമായിട്ടും കടന്നു ചെല്ലുന്നതിന് ഈ ധ്യാന കേന്ദ്രത്തെയും ഈ ചാനലിനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി ഈ ധ്യാന കേന്ദ്രത്തിനും ഈ ചാനലിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹാലലൂയ, 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 ഹാലലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേലും കരുണയായിരിക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരുടെ എല്ലാവരുടെയും മേലും വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹാലലൂയ, 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 ഹാലലൂയ. കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. മെല്ലെ അവനോടായി നാഥനോദി, മകനേ നിന്നാശയതെന്തെന്നു ചൊല്ലു, ശങ്കയേഴാതെ നിൻ സങ്കടം ചൊല്ലു. മകനേ നിന്നാശയതെന്തെന്നു ചൊല്ലു, ശങ്കയേഴാതെ നിൻ സങ്കടം ചൊല്ലു. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി.
കഷ്ടതയാർന്നൊരു ദിനമിതിൽ ആഴമോടിളകുന്ന ജലമോലും കുളമിതിൽ ഗുരുവേ കഷ്ടതയാർന്നൊരു ദിനമിതിൽ ആഴമോടിളകുന്ന ജലമോലും കുളമിതിൽ കൈപിടിച്ചെന്നെ നടത്തുവാനാരുള്ളു സദയം നാഥാനി കനിവാകണേ സദയം നാഥാനി കനിവാകണേ ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. മകനേ നീ ബലപ്പെടൂ, ഞാനുണ്ടു കൂടെ നിൻ കിടക്കയുമേന്തി നീ ഭവനത്തിൽ ചെല്ലു. മകനേ നീ ബലപ്പെടൂ, ഞാനുണ്ടു കൂടെ നിൻ കിടക്കയുമേന്തി നീ ഭവനത്തിൽ ചെല്ലു. എൻ സാക്ഷിയായി നീ എന്നെന്നും നിലകൊള്ളു, എന്നാത്മശിഷ്യനായി നീ മാറിടൂ, എന്നാത്മശിഷ്യനായി നീ മാറിടൂ. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. താഴ്മയോടെപ്പോഴും ഞാനേറ്റു ചൊല്ലുന്നു, യേശുവേ രക്ഷകാ നീയാണു നാഥൻ. താഴ്മയോടെപ്പോഴും ഞാനേറ്റു ചൊല്ലുന്നു, യേശുവേ രക്ഷകാ നീയാണു നാഥൻ. നിന്നിലെന്നാശ്രയം നീ മാത്രമാലംബം, ദൈവമേ നിൻ സ്തുതി ഞാനേറ്റുപാടാം. ദൈവമേ നിൻ സ്തുതി ഞാനേറ്റുപാടാം. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നതിനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം പങ്കുചേർന്ന ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു പ്രഭാതവും അനുഗ്രഹപൂർണമായ ഒരു ദിവസവും ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. നന്ദി.